മധുര അമ്പായങ്ങ സ്വീറ്റ് അമ്പായങ്ങയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. എൻ്റെ കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, മാങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുട്ടികൾ എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണെന്ന് പറയാം. അതിൻ്റെ അനന്തരഫലമാണ് ഈ കാണുന്ന കൊമ്പ്. അതിൽ കണ്ടില്ല, ഞാനിപ്പോൾ മണ്ണൊക്കെ അടച്ചങ്ങാണ്ട് ആ ബ്രാഞ്ച് അടക്കം അങ്ങോട്ട് പൊട്ടിക്കണം. നല്ല പൂവിട്ടൊരു കൊമ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒന്നടക്കം അതിൻ്റെ അപ്പുറത്തുള്ളത് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആ സമയത്താണ് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നത്. ഞാൻ മണ്ണൊക്കെ അടച്ച് അതേമാതിരി സൂഡമണസൊക്കെ സ്പ്രേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതിർന്നവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ് എപ്പോഴൊന്ന് പറയാം. കാരണം ഒന്ന് നല്ലതുപോലെ കായ്ക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കൂല. ഒരു ചെറിയ രൂപത്തിൽ വലുതായി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക സീസണൊന്നും ഇല്ല കേട്ടോ, എപ്പോഴും കായ്ക്കും. അതൊന്നും ഇങ്ങോട്ട് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ വന്നുങ്ങാണ്ട് ഇതിൻ്റെ കായ പൊട്ടിച്ച് കഴിക്കലാണ്. ഒന്നാമത്തെ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നാരില്ല, കുരുവില്ല. നമ്മൾ മറ്റുള്ള വലിയ അമ്പായങ്ങയാണെന്നുണ്ടെങ്കിൽ, സാധാരണ അമ്പായങ്ങന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സീസണിലാണ് ഇത് കായ്ക്കുകയും ചെയ്യുള്ളൂ. അതിലാണെന്നുണ്ടെങ്കിൽ നാരുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിൽ കുരു ഉണ്ടാവും ചെയ്യും. ഇത് കുരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ നല്ല ഒരു സ്വീറ്റ്, പേര് പോലെ തന്നെ നല്ലൊരു കഴിക്കാൻ നല്ലൊരു രുചിയാണ്. ഒരു മാങ്ങൻ്റെ രുചിയാണ് കേട്ടോ. വലിയൊരു രുചി എന്ന് പറയാൻ മാത്രമല്ല, എന്നാലും നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ്. ഒരുപാട് പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇലയാണെന്നുണ്ടെങ്കിലും, കായ മാത്രമല്ല, ഇലയാണെന്നുണ്ടെങ്കിലും തണ്ടാണെങ്കിലൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ പരിചരണോ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ചെറിയ തൈയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. 350 രൂപയാണ് തൈ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ തൈ നടുന്ന സമയത്ത് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് പോലെ തന്നെ ജൈവവളങ്ങളാണ് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാസം കൂടുമ്പോഴും ഞാൻ കൊടുക്കാറുണ്ട്. ഇതായിട്ട് ഞാൻ വലിയ പരിചരണം വേണ്ടാന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കീടശല്യങ്ങൾ കുറവാണ്. കാരണം മറ്റുള്ളതിനൊക്കെ കീടശല്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് അതിൻ്റെ വേണ്ടിയിട്ടുള്ള ടോണിക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. കീടശല്യം ഇല്ല എന്ന് തന്നെ പറയാം. അത്രക്ക് കീടശല്യത്തിൻ്റെ മറ്റുള്ളതൊക്കെ ഞാൻ എപ്പോഴും സ്പ്രേ ചെയ്തിട്ടാണ് ഓരോന്ന്. സൂഡോമോണസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഫിഷമനാസിഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാതും സ്പ്രേ ചെയ്തുകൊണ്ട് ഇതാണ്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കീടശല്യം കുറവാണ്. പിന്നെ നമ്മൾ കുട്ടികൾ ഇതിമന്ന് പഴം എടുത്ത കാരണത്താൽ ഇങ്ങനെ ഓരോ കുരുകൾ മാമ്പഴങ്ങളാണ് എടുക്കുക. ആ കാരണത്താൽ അതിൻ്റെ തണ്ട് ഇങ്ങനെ ഇതായി കണ്ട് നിൽക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മാമ്പഴം എടുക്കുന്ന സമയത്ത് കൊല കുത്തിങ്ങാണ്ടാണ് ഉണ്ടാവുക. അത് കുറച്ച് വൈഡായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ശാഖ വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് വൈഡായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ബ്രാഞ്ച് ഉണ്ടായി അതിൽ നിന്ന് വേഗം പൂവിട്ട് കായായിട്ട് നമുക്ക് കിട്ടും. ഞാൻ വലിയ പരിചരണം ഇത് പറഞ്ഞത്, ഇത് നടുന്ന സമയത്ത് നമ്മൾ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാണകമാണെന്നുണ്ടെങ്കിലും അതേമാതിരി കമ്പോസ്റ്റ് നമ്മൾ സാധാരണ എല്ലാത്തിനും കൊടുക്കുന്നത് പോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, അതേമാതിരി കോഴിവളം, ചൂടാറിയത്, അതൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്. ജൈവവളം അല്ലാതെ വേറൊന്നും നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാറില്ല. അടുക്കളയിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ ഇതൊക്കെ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് കൊണ്ടുപോയി എല്ലാത്തിനും കൊണ്ടുപോയി ഇടുന്ന സമയത്ത് ഒരു 3 മാസം കൂടുമ്പോൾ അതിന് കൊണ്ടുപോയി ഇടും. നമ്മൾ മറ്റുള്ള പഴങ്ങളും എല്ലാതും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 6 മാസം കൊണ്ട് ഇത് കായ്ക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഞാൻ പറഞ്ഞാൽ 350 രൂപയ്ക്ക് മേടിച്ച്, അത് ചെറിയ തൈയായിരുന്നു. അതൊരു 6 മാസം ആയപ്പോൾ തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ട് വെക്കഞ്ഞ് പറമ്പില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മേലെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുറ്റത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഭാഗത്ത് വെക്കാം. വീടിന് അലങ്കാരമായിട്ട് ഇപ്പോൾ എത്രയോ പേര് വീടുകളിലൊക്കെ വെക്കുന്നതാണ്. കാരണം വലിയ ഒരു മരമായി ഇങ്ങോട്ട് മാറൂല, ഒരു ചെടിയുടെ രൂപത്തിൽ മാത്രമാണ് ഉണ്ടാവുക. ഞാനിത് മറ്റേത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് കായ്ച്ചല്ലോ എങ്ങനെ എവിടെ നിന്നാണ് ഇത് മേടിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഞാൻ നഴ്സറിയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായത് 350 രൂപയ്ക്ക്. അത് എടുത്ത് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്.
അതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ളത് പോലെ തന്നെ നമ്മളെല്ലാ കാര്യത്തിനും ഈ മാമ്പഴം നമുക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. അടുക്കളയിൽ പ്രത്യേകിച്ച് കറിയാണെന്നുണ്ടെങ്കിലും അത് ഇനി ജ്യൂസ് അടിക്കാനാണ്. നമുക്ക് ജ്യൂസ് അടിച്ചിട്ടില്ല, അടിക്കാൻ കിട്ടിയിട്ടില്ല. കുട്ടികൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഈ ഒരു മാങ്ങൻ്റെ രുചിയാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പച്ചക്ക് തിന്നുന്ന സമയത്ത് മാങ്ങൻ്റെ രുചിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ജെല്ലി ഉണ്ടാക്കാനാണെങ്കിലും ജാമിനാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് ഈ സ്വീറ്റ് അമ്പായങ്ങ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്, വലിയ ഉയരത്തിൽ വെക്കൂല അല്ലേ, വലിയ മരം ആവില്ല. നമ്മൾ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. കവുങ്ങും ഇതൊക്കെ ഉള്ള ഭാഗം തന്നെ. പിന്നെ സൂര്യപ്രകാശം അത്യാവശ്യത്തിന് വേണം കേട്ടോ. സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. ഇന്നലെ ഞാൻ വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇരുമ്പാമ്പുളി, ഊർക്കാപ്പുളിൻ്റെ വിശേഷം. അത് ഞാൻ അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് നല്ല തെക്കൻ വെയിൽ കിട്ടുന്ന സ്ഥലം എന്ന് പറയാം, ആ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല, എന്നാൽ നല്ല ഫലങ്ങൾ ഉണ്ടായും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം അത്യാവശ്യത്തിനല്ല, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. എന്നാലാണ് നല്ലതുപോലെ കായ്ക്കാൻ കഴിയുക. പിന്നെ നമ്മൾ മാമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ തണ്ടാണെന്നുണ്ടെങ്കിലും, ഇതിൻ്റെ പഴം മാത്രമല്ല, തണ്ടാണെന്നുണ്ടെങ്കിലും ഇലയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വേരാണെന്നുണ്ടെങ്കിലും എല്ലതും ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ വീട്ടിൽ അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ മധുര അമ്പാഴങ്ങ. ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.